അമ്മേന്റെ പാസ്പോർട്ട് എലി കരണ്ടു. Our travel partner, Budget Holidays. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് അല്ലേ? നമ്മള് 4 പേരും കൂടി അവസാനം പോയ യാത്ര എങ്ങോട്ടായിരുന്നു? ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് മലേഷ്യ. അതിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു 3 ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് മലേഷ്യ. ഇത് നമ്മളെല്ലാരും കൂടിയുള്ള സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പാണ് പോവാൻ പോകുന്നത്. അതും സ്ഥലത്തിന്റെ പേര് പറ. അപ്പൊ പോകുന്നതിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ നമ്മള് ഏകദേശം ഒരു 1.5 കൊല്ലം മുന്നേ ദുബായി പോയിരുന്നു അല്ലേ? ദുബായി പോയിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ അന്ന് അമ്മ വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ അമ്മേൻ്റെ പാസ്പോർട്ട് എലി കരണ്ടു. കണ്ടോ? അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റിയില്ല. അങ്ങനെ അമ്മയ്ക്ക് ആ ഒരു ട്രിപ്പ് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ട്രിപ്പ് പോകുന്നത് അമ്മയ്ക്ക് വേണ്ടിയാണ്. എങ്ങനെയാ അമ്മേ? ദുബായ് കാണല്ലേ? അപ്പം നമുക്ക് ഫ്ലൈറ്റ് 1:30-ക്കാണ്. അപ്പം 1:30-ക്ക് എത്തണം. 3 മണിക്കൂർ മുന്നേ എത്തണം. അപ്പം നമുക്ക് പോവാ. ഭക്ഷണം കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കഴിക്കണം. ദുബായ് പോവാ. വാവേ, എന്താണ് ദുബായ് ഓർമ്മകളിലുള്ളത് ഇതിന്റെ മുന്നേ പോയപ്പോ? ബബ്ലു വീണത്. കഴിഞ്ഞ വട്ടം ബബ്ലു തിരിച്ചു വരുന്ന സമയത്ത് വീണിരുന്നു. ഭയങ്കര തിരിച്ചു വരുന്ന ദിവസം കൊറേ നല്ല ഓർമ്മകളുണ്ട്. പക്ഷെ പെട്ടെന്ന് ദുബായ് കാലിക്കുമ്പോ അയ്യോ വീണ് ഇവിടെ സ്റ്റിച്ച് ഇടണം എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനായി. ആകെ ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരു ദിവസം മുന്നേ ഇരുന്നത് അത് ഭയങ്കര ടെൻഷനായി പോയി. ഇതിപ്പോ നമ്മള് കഴിഞ്ഞ തവണത്തെ പോലെ അല്ല, ഇത്തവണ നമ്മള് പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത് അല്ലേ? കഴിഞ്ഞ തവണ ഡയറക്റ്റ് മേമേനെ എടുത്തിട്ട് പോയിട്ട് അവിടെ ഒരു മാസം നിന്നതാ. ഇത് അങ്ങനെയല്ല. ഇത് നമ്മള് ഒരു പാക്കേജ് എടുത്തിട്ട് കറങ്ങാൻ വേണ്ടി പോവാണ് എല്ലാ ദിവസവും. അപ്പം പാക്കേജ് എടുത്തത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണ്. അപ്പം നമ്മൾ കൊറേ നോക്കി പാക്കേജസ് ഒക്കെ ഇങ്ങനെ ഏതെടുക്കണം എന്താന്നൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് സജഷൻസ് ഒക്കെ വന്നു. അതിൽ ഏറ്റവും കൂടുതൽ വന്ന സജഷൻസും ഞങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണ്. ഇപ്പം ദുബായിലേക്ക് ടിക്കറ്റും കുറച്ച് കുറവുണ്ട്. അപ്പം ഇപ്പൊ അത് പെട്ടെന്ന് ഈ മാസം തന്നെ എടുത്തത്. അപ്പൊ അഫോർഡബിളും ആയിരുന്നു. മെയിൻ നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ അമ്മേനെ ദുബായ് കാണിക്കുക. അതുകൊണ്ടാണ് ദുബായ് തന്നെ സെലക്ട് ചെയ്തത്. നമുക്ക് വേണേ വേറെ എവിടെയെങ്കിലും ഒക്കെ പോവായിരുന്നു. പക്ഷെ കഴിഞ്ഞ വട്ടം അമ്മയ്ക്ക് പോകാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ ദുബായ് സെലക്ട് ചെയ്തത്. എന്തായാലും വണ്ടി എടുക്കട്ടെ. നേരെ നമുക്ക് ഒരു ഹോട്ടലിൽ നിർത്താം. നമ്മുടെ റോഡൊക്കെ ദുബായ് പോലെ അവിടെ റോഡ് മാത്രമല്ല, നിയമങ്ങളും അവിടുത്തെ നിയമങ്ങളൊക്കെ വന്ന റോഡ് താനേ അതുപോലെയാവും. എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. പക്ഷേ അന്നേരം ബബ്ലൂസ് നല്ല ഉറക്കാം. നമ്മൾ നല്ലോണം രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ബബ്ലൂസിന് വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നു കേട്ടോ. നമ്മളെ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് പോയത്. എയർപോർട്ടിലെ കാർ നിർത്തി ഒരു 6-7 ദിവസത്തേക്ക് വേണ്ടിയുള്ള റെന്റ് അവിടെ കൊടുത്താൽ മതി. അതാണ് ലാഭം എന്ന് തോന്നി. ഇപ്പോൾ മാത്രമല്ല, നമ്മൾ മുന്നേ മലേഷ്യയിൽ പോയപ്പോഴും മുന്നേ ദുബായിൽ പോയപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു പാറ്റേണാണ് യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ കാർ വെക്കുന്നത് നല്ലത് നമുക്ക് തോന്നി. അങ്ങനെ നേരെ നമ്മൾ പാസ്പോർട്ടും അതുപോലെ തന്നെ ID ഒക്കെ കാണിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറി. നമ്മളിപ്പം ഏകദേശം 11 മണിക്ക് എത്തിയ. ഞാൻ അവരോട് 1 മണിക്കാണ് ഫ്ലൈറ്റ് പറഞ്ഞ്. ഞാൻ പറ്റിച്ചു വരാം. ഫ്ലൈറ്റ് 2:20-നാണ്. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിൽ ലേറ്റ് ആയിട്ടില്ല. കുറച്ച് 1/2 മണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ബാഗൊക്കെ കൊടുത്തിട്ട് അല്ലേ, ബാഗൊക്കെ കൊടുത്തിട്ട് ഫുഡ് കഴിക്കണം ഒന്നും കൂടി. അതൊരു ട്രിക്കിലൂടെ നമുക്ക് കഴിക്കാം. നമ്മൾ പിന്നെയും പെട്ടി തുറന്നത് എന്താണെന്ന് വെച്ചാൽ വാവ തെർമോമീറ്റർ അങ്ങനത്തെ നമ്മളെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അത് അവർ പറഞ്ഞു പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. അപ്പം അത് പുറത്തേക്ക് എടുത്ത് നമ്മളെ ഹാൻഡ് ബാഗിൽ വെക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെറുകിട പെട്ടി തുറന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. നമുക്ക് നേരെ ഉള്ളിൽ പോവാം. അതെ, അപ്പം മെയിൻ ടാസ്ക് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക്. കാരണം സാധനമൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നതാണ് അല്ലേ? ഞാൻ ടാബ് എടുത്ത് പുറത്ത് വെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നെ 2 മിനിറ്റ്സ് പിടിച്ചു നിർത്തി. കുഴപ്പമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ് ഇതായിരുന്നു പൊക്കോ തന്നെ. അമ്മേ, ഇനി കുറച്ച് സമയം കൂടി ദുബായിലേക്ക് എത്താം. അപ്പം നമുക്ക് ഇനി ലോഞ്ച് നമ്മളെ കാർഡിലുണ്ട് എന്നായിരുന്നു നമ്മൾ ബാങ്കിൽ നിന്ന് പറഞ്ഞത്. അതനുസരിച്ച് നമുക്ക് ലോഞ്ച് പോയി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കണം.
അങ്ങനെ നേരെ നമ്മളൊരു ബുക്ക് സ്റ്റാളിൽ പോയി വാവയ്ക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടി. അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വായിക്കലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലോഞ്ചിൽ പോയി. കാരണം ലോഞ്ചിൽ നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ 2 രൂപയ്ക്ക് ഇരിക്കാൻ പറ്റും, ഭക്ഷണം കഴിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അതിൻ്റെ പുറത്തുനിന്ന് ബബ്ലൂസിനൊരു വിശന്നപ്പോൾ ഒരു കേക്ക് വാങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ലോഞ്ചിലേക്ക് കയറിയത്. നമ്മുടെ അടുത്ത് 2-3 കാർഡ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് നേരെ ലോഞ്ചിൻ്റെ ഉള്ളിൽ കയറി. ഉച്ച സമയം കൊണ്ട് ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു അവിടുത്തെ ഫുഡ്. അതൊക്കെ കഴിച്ചു. ഓൾമോസ്റ്റ് എന്താ പറയുക, ഭക്ഷണത്തിനുള്ള ടൈം ആയിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഭക്ഷണം പിന്നെ ഫ്ലൈറ്റിൽ കയറി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അവിടെ റൂം എത്തുന്നവരെ. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ സംഭവം ആയിട്ടില്ല, പക്ഷേ ബോർഡിംഗ് എന്ന് കാണിച്ചപ്പോൾ തന്നെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നു. വാവയുടെ പണിപ്പെട്ട ഒരു കാര്യത്തിലാണ്. ബബ്ലൂസിന് എന്താ ഫ്ലൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയുള്ള വീഡിയോസൊക്കെ ചോദിച്ച് അവൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം ബബ്ലൂസിന് ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, ബോറടിക്കാൻ പാടില്ല. എന്താ ബബൂച്ച? പിന്നെ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് പ്ലെയിനൊക്കെ കണ്ടപ്പോൾ ബബ്ലൂസ് അതൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. നേരെ നമ്മൾ പ്ലെയിനിൻ്റെ ഉള്ളിൽ കയറി. ബബ്ലൂസിന് ഭയങ്കര ഇഷ്ടമാട്ടോ പ്ലെയിനിൽ പോകാനും പ്ലെയിനിൽ കളിക്കുന്നത് പറയാനും. ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിൻഡോ സീറ്റ് ഞാൻ ചോദിച്ച് വാങ്ങിയല്ല കേട്ടോ, എനിക്ക് കിട്ടിയതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് വിൻഡോ സീറ്റ് വേണ്ടാത്തതിനെ കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ സംഭവം നമുക്ക് വലിയ ബബ്ലൂസ് എന്താ പറയുക, ഭയങ്കര പാടൊന്നും ആക്കിയിട്ടില്ല ഫ്ലൈറ്റിൽ നിന്ന്. അവൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇറങ്ങാൻ നേരത്താണ് ബബ്ലൂസ് ഒന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് ലാൻഡിങ്ങിൻ്റെ പ്രശ്നമൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. കാരണം നമ്മളെ എന്താ പറയുക, ദുബായ് എത്തുമ്പം നമ്മൾ അയ്യോ ദുബായ് കാണാം ഒന്നും കൂടി ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അമ്മ ഇപ്പം കാണാൻ നമുക്ക് പലതും എന്നൊക്കെ പറഞ്ഞ് നിന്നു. നേരെ നമ്മളെ ലഗേജ് എല്ലാം പെട്ടെന്ന് കിട്ടിയിട്ടോ, വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തവണ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാഗൊക്കെ കിട്ടി. ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ ആൾക്കാർ നമ്മളെ വന്ന് കൂട്ടി അവർ കൊണ്ടുവന്ന് കാണാൻ. മൂപ്പരാണ് നമ്മളെ ഹോട്ടലിലേക്ക് എത്തിക്കുന്ന ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ. നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മേ, ദുബായ് എങ്ങനെയുണ്ട്? ദുബായിൽ വന്നിട്ട് കാണാൻ വിചാരിക്കുന്നുള്ളൂ, ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ട് എങ്ങനെയുണ്ട്? കാറ് പോകുമ്പോൾ കുറച്ചധികം കാണുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ. ഈ ഒരു വണ്ടിയാണ് നമ്മളെ കൂട്ടാൻ വേണ്ടി ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്ന് വന്നത്. നല്ല വലിയ വണ്ടി വന്നു, കാരണം നമ്മളെ പെട്ടി ഒരുപാടുള്ളതിനെ കൊണ്ടാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. അവിടെ നമ്മൾ ഹോട്ടലിലെത്തി. റിഗയിലായിരുന്നു നമ്മളെ ഹോട്ടൽ. അപ്പം ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ ആൾക്കാരാണ് നമ്മൾ വന്ന് റിസീവ് ചെയ്ത ഹോട്ടലിൽ നിന്ന്. അവരുടെ ടീം ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തന്നു. നല്ല അടിപൊളി സ്റ്റാർ ഹോട്ടലായിരുന്നു നമ്മളെ പാക്കേജിലുണ്ടായത്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഹോട്ടൽ കേട്ടോ. സീരിയസ്ലി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് വന്നപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിലേക്ക് എത്തി. റൂം വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇന്ന് രാത്രി 8 മണിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. പാക്കേജിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷന് നമുക്ക് അവിടെ പോവാം. റെഡി ആവാം? ഞാൻ മാറ്റിയിട്ട് അപ്പം ഡ്രസ്സ് മാറ്റിയിട്ട് പോവാം. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. അമ്മ ഒരു പുതിയ ലുക്കിലാണ്. വാവയാണ് അമ്മയ്ക്ക് ആദ്യമായിട്ട് ജീൻസ് വാങ്ങിക്കൊടുത്ത്. അമ്മ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇതാണ് അമ്മയെ ഒരുക്കിയ ആ ഒരാൾ. എവിടെ? ഇതാണ് ആളുടെ ഔട്ട്ഫിറ്റ്. നമ്മളിതാ ഞാൻ പറഞ്ഞില്ല ഡിന്നറിന് പോവാന്ന്. ഞാനും ഒരു അരമണിക്കൂർ ലേറ്റ് ആണ്. നമുക്ക് ഓടാം എന്തായാലും. പക്ഷേ പോവാ ഓടിക്കോ. ഒരു കിഡു കോമഡി ഉണ്ടായി. ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. ആള് നേരെ പോയിട്ട് ഡ്രൈവർ സീറ്റ് കയറിയിട്ടിരിക്കുക. ഞാൻ ആ വീഡിയോ റീൽസിന് വേണ്ടി എടുത്തിരുന്നത്. ഞാൻ ഇവിടെ കൊടുക്കാം. നമ്മള് ലേറ്റ് ആയോ ബ്രോ? ഇല്ല 9 മണി ആണല്ലേ? ഓക്കെ, ട്രാഫിക് കുറച്ച് പ്രശ്നം. ഓക്കെ പോവാമേ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഡിന്നർ. ഇന്ന് എങ്ങനെയുണ്ട് വൈബ്? അടിപൊളിയല്ലേ? ഇത് നമ്മൾ 2 മണിക്കൂറിന് മുകളിൽ നമ്മൾ ഈ ഒരു കടലിൽ ഇതുമായിട്ട് കറങ്ങും. അന്നേരമാണ് ഡിന്നർ സ്റ്റാർട്ടൊക്കെ ചെയ്യുക. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും, ഒരു പ്രത്യേക ആംബിയൻസാണ് അവിടുന്ന് കാണാനും. ആ കാറ്റും കാര്യങ്ങളും എല്ലാം ഒരു പ്രത്യേക വൈബായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇവിടുത്തെ ഫോട്ടോസ് ഇട്ടപ്പം ഒരുപാട് ആൾക്കാർ നല്ല കമൻസ് ഇട്ടിരുന്നു. അമ്മേൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങൾക്കൊക്കെ അത് കംപ്ലീറ്റ്ലി വാവേൻ്റെ അടുത്തു നിന്നാണ്. ആ ഒരു ഫുൾ എഫേർട്ടും വാവയാണ് ഫുൾ പ്ലാൻ ചെയ്തത്. ആ ഡ്രസ്സിൻ്റെ ആയാലും ഹെയറിൻ്റെ ആയാലും എല്ലാം വാവ വാങ്ങിക്കൊടുത്തായിരുന്നു. ഹെയർ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി വാവ കൊണ്ടുപോയതാണ്. അതെല്ലാം ആ കമൻസ് എല്ലാം വാവയ്ക്കുള്ളതാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
അമ്മ ഭയങ്കര എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ബബ്ലൂസിന് കാണുമ്പോൾ ഭയങ്കര കൗതുകം. ബബ്ലൂസ് കൂടെ ഡാൻസൊക്കെ കളിച്ചിരുന്നവരുടെ കൂടെ ഒക്കെ നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. എന്താ പറയുക, ആ ഒരു 2-2.5 മണിക്കൂർ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഈ ഒരു കുതിരേനൊക്കെ കണ്ടപ്പോൾ ബബ്ലൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബബ്ലൂസിൻ്റെ അടുത്ത് വന്നിട്ട് അത് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. എന്തായാലും ഇതൊരു എന്താ പറയുക, ഈ പാക്കേജിലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഡേ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ട്രാവൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിക്കപ്പ്, ഹോട്ടൽ, ഫസ്റ്റ് ഡേ ഇവൻറ്റ് എല്ലാം അടിപൊളിയായിരുന്നു. ബഡ്ജറ്റ് ഹോളിഡേയ്സിന് വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ഡേ. അപ്പോൾ നാളത്തെ എന്താണെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ സെക്കൻഡ് ഡേത്തെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അന്നേരം പറയാം. ഈ ആക്ടിവിറ്റീസൊക്കെ ഒരു അറേബ്യൻ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു ഐറ്റംസ് ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പിൽ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം തിരിച്ച് റൂമിലെത്തി. എന്താ പറയുക, അടിപൊളിയായിരുന്നു അവിടെ. ഇപ്പം നാളത്തെ സിറ്റി ടൂറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഞങ്ങൾക്ക് ഇതുപോലത്തെ പാക്കേജുകൾ അടിപൊളിയായിട്ട് വേണമെങ്കിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ ബഡ്ജറ്റ് ഹോളിഡേയ്സിന് കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് വരാം. പിന്നെ ഒരുപാട് കൺട്രികൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. Our travel partner, Budget Holidays.